ശരിയാ ശരിയാ. ഈ മാവിന്റെ ചോട്ടിൽ വന്നപ്പോ തന്നെ മാമ്പഴം മണത്തിട്ട് കഴിക്കാൻ കൊതിയാവുന്നു. അതെ അതെ. പക്ഷേ ഇത്രയും ദിവസം ഈ മാമ്പഴം ഇവിടെ ഉണ്ടായിട്ടും നമ്മളാരും കണ്ടില്ലല്ലോ ഇത് പഴുത്തത്. നമുക്ക് മമ്മിയോടും പപ്പയോടും പറയാം ഇത് മുഴുവൻ പറിച്ചു തരാൻ. ഷോ, ഒരൊറ്റ മാമ്പഴം പോലെ നിലത്ത് വീണിട്ടില്ല. നിലത്ത് വീണിട്ടുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കഴിക്കാമായിരുന്നു. ചേച്ചി പറഞ്ഞത് ശരിയാണല്ലോ, ഒരൊറ്റ മാമ്പഴം പോലെ നിലത്ത് കാണുന്നില്ലല്ലോ. ഇത്രയും മാമ്പഴം പഴുത്ത സ്ഥിതിക്ക് എന്തായാലും ഒരെണ്ണമെങ്കിലും വേണ്ടതാണ്. പിങ്കി മോളെ, ചിലപ്പോൾ അതൊക്കെ പക്ഷികൾ കൊത്തിയതായിരിക്കും. എന്നാലും ചേച്ചി, നമുക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാ ഒരെണ്ണം പോലും കിട്ടാത്തത്. അയ്യോ ചേച്ചി, അതെന്താ ശബ്ദം കേൾക്കുന്നത്? ഞാനും കേട്ടു, എന്താണെന്നൊരു പിടിയുമില്ല. ചേച്ചി, എനിക്ക് പേടിയാവുന്നു, നമുക്ക് തിരിച്ചു പോയാലോ? പണ്ട് മുത്തശ്ശി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, മാവിന്റെ ചോട്ടിലും പ്ലാവിന്റെ ചോട്ടിലൊക്കെ പ്രേതമുണ്ടാവുമെന്ന്. ഒന്ന് പേടിപ്പിക്കാതെടി, അതൊക്കെ കഥകളല്ലേ, അങ്ങനെയൊന്നും ഉണ്ടാവില്ല. അപ്പൊ മുത്തശ്ശി നുണ പറഞ്ഞതാണോ? അത് നീ മുത്തശ്ശിയോട് പോയി ചോദിക്ക്. ഇപ്പൊ എന്താ സൗണ്ട് കേട്ടെന്ന് നോക്കാം നമുക്ക്, വാ. അയ്യോ ചേച്ചി, ഞാനില്ല, എനിക്ക് പേടിയാണ്. ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാ. മിണ്ടാതെ നീ ഇങ്ങോട്ട് വാ എന്റെ കൂടെ. ചേച്ചി വേണ്ട ചേച്ചി, നമുക്ക് തിരിച്ചു പോകാം. വേണ്ട ചേച്ചി. ഓ, ഇങ്ങനെയും ഒരു പേടി തൊണ്ടെത്തി. ഒന്ന് നീ എന്റെ കൂടെ വാ. എന്താണെങ്കിലും എന്താ ശബ്ദമെന്ന് നോക്കണ്ടേ? ദേ നോക്ക്, അവിടെ ഒരു തല. എന്ത് തലയോ? ആരുടെ തല? വല്ല പ്രേതത്തിന്റെയോ ഭൂതത്തിന്റെയോ ആണോ? തല കണ്ടിട്ട് പ്രേതത്തിന്റെയോ ഭൂതത്തിന്റെയോ ഒന്നുമല്ല, നല്ല പരിചയമുള്ള തലയാണ്. നീ ഇങ്ങനെ പേടിക്കാതെ. പരിചയമുള്ള പ്രേതമോ? അതേത് പ്രേതമാ? അതേത് മാമ്പഴ കളനാടാ മാവിന്റെ ചോട്ടിൽ ഒളിഞ്ഞിരിക്കുന്നത്? മുന്നോട്ടേക്ക് വാടാ. നിന്നോടല്ലേ പറഞ്ഞ മുന്നോട്ടേക്ക് വരാൻ? അല്ലെങ്കിൽ ഞാൻ വല്ല കമ്പും ചുള്ളും എടുത്ത് നല്ല പെട വെച്ച് തരും. ഇങ്ങോട്ടേക്ക് വരാനാ പറഞ്ഞത്. കണ്ടുപിടിച്ചല്ലേ, ഇത് ഞമ്മളാ ഉസുമാനി. നീ എന്തിനാ മാവിന്റെ ചോട്ടിൽ ഒളിഞ്ഞിരിക്കുന്നത്? വെറുതെയാണോ? ഇവിടെ നിലത്ത് പോലും ഒരൊറ്റ മാമ്പഴമില്ലാത്തത് മുഴുവൻ നീ എടുത്തതാണല്ലേ? ഞമ്മള് വെറുതെ ഇതിലോട്ട് പോയപ്പോൾ ഈ മാവ് നിറയെ മാമ്പഴം. അപ്പൊ വെറുതെ ഇവിടെ ഇങ്ങോട്ടേക്ക് കരുതാ. ഇത് ഞങ്ങളുടെ വീട്ടിലത്തെ മാമ്പഴമല്ലേ, നീ എന്തിനാ ഈ തൊടിയിലേക്ക് കയറിയത്? അത് മാത്രമല്ല, നീ എങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നത്? ഇവിടെ ചുറ്റോട് ചുറ്റും മതിലുള്ളതല്ലേ? അത് പിന്നെ ഞാൻ നിന്നെയും അന്വേഷിച്ചിട്ട് വന്നതാണ് കളിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ ആരെയും അവിടെയൊന്നും കണ്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ച നിങ്ങൾ തൊടിയിലുണ്ടാവുമെന്ന്. അപ്പൊ ഇങ്ങോട്ടേക്ക് വന്നു. നോക്കുമ്പോഴോ ഈ മാവ് നിറയെ മാമ്പഴം. എന്നിട്ട് നിനക്ക് മാമ്പഴം കിട്ടിയോ? ഇല്ലടി പിങ്കി മോളെ, നിർഭാഗ്യവശാൽ ഞമ്മക്കൊരു മാമ്പഴം പോലും കിട്ടിയില്ല. വെറുതെ നുണ പറയരുത്. നിന്റെ ഈ ബാഗ് മുഴുവൻ മാമ്പഴമല്ലേ? എനിക്കത് നന്നായിട്ടറിയാം. അതുകൊണ്ടല്ലേ ഇവിടെ നിലത്ത് പോലും ഒരു മാമ്പഴം പോലും ഇല്ലാത്തത്. നീ പക്ഷികൾ കൊത്തിയിട്ടത് വരെ എടുത്തു അല്ലേ? ദേ പിങ്കി മോളെ, വെറുതെ അനാവശ്യം പറയരുത് കേട്ടോ. നമുക്കൊരു മാമ്പഴം പോലും കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നീ നിന്റെ ബാഗ് കാണിച്ചതാ. അതിന്റെ ഉള്ളിൽ എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇല്ല ഇല്ല ഇല്ല, നമ്മുടെ ബാഗ് എന്തിനാ നിനക്ക് കാണിച്ചു തരുന്നത്? നിനക്ക് നോക്കണമെങ്കിലേ നീ പോയിട്ട് നിന്റെ ബാഗ് നോക്ക്, അല്ലാതെ നമ്മളെ ബാഗല്ല നോക്കേണ്ടത്. ആഹാ, നിനക്ക് ഇത്രക്ക് അഹങ്കാരമോ? എന്റെ വീട്ടിൽ വന്നിട്ട് എന്നെ പഠിപ്പിക്കുന്നോ? ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങളുടെ വഴക്ക്? നോക്ക് ചേച്ചി, ഇവൻ നുണ പറയുന്നത് കണ്ടില്ലേ? അയ്യോ ലച്ചു ചേച്ചി, ഞാൻ നുണ പറഞ്ഞതല്ല, സത്യമാണ് പറഞ്ഞത്. നമുക്കൊരു മാമ്പഴം പോലും കിട്ടിയിട്ടില്ല. പിന്നെ ഇവിടുത്തെ മാമ്പഴം മുഴുവൻ ആവിയായിപ്പോയോ? ചേച്ചിക്ക് ഞാൻ പറഞ്ഞ വിശ്വാസമില്ലെങ്കിൽ എൻ്റെ ഈ ബാഗ് പരിശോധിച്ച് നോക്ക്. ഇതിലൊരു മാങ്ങ പോലും കാണില്ല. പിങ്കി മോളെ, അവൻ എടുത്തില്ല എന്ന് പറഞ്ഞില്ലേ, പിന്നെന്താ? അവൻ നുണ പറയുക ചേച്ചി. ദാ ലച്ചു ചേച്ചി, എൻ്റെ ബാഗ് ഒന്ന് നോക്കിക്കേ. അവൻ പറഞ്ഞ ശരിയാണ് പിങ്കി മോളെ, അവൻ്റെ ബാഗിൽ ഒരു മാങ്ങ പോലും ഇല്ല. ഇപ്പം എന്താടി, നിനക്ക് വിശ്വാസമായില്ലേ? ഇനി ഞാൻ നിന്നോടൊരു കൂട്ടുപോലുമില്ല. വെക്കേഷൻ സമയമല്ലേ, നിന്റെ കൂടെ കളിക്കാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ നീ എന്നെ വിശ്വസിച്ചില്ലല്ലോ. അത് പിന്നെ എടാ ഉസ്മാനെ, നീ എന്നോട് ക്ഷമിക്കേ. ഇല്ല, മിണ്ടില്ല, നിന്നോട് ഞാൻ കൂട്ടില്ല. ഞാൻ പോവുകയാണ്. എടാ ഉസ്മാനെ, പോവാതെ, നീ ഇങ്ങനെ പിണങ്ങാതെ. അവൾക്കൊരു അബദ്ധം പറ്റിയതല്ലേ, നീ ഇങ്ങോട്ട് വാ. വേണ്ട വേണ്ട വേണ്ട,
നമ്മളെ തിരിച്ച് വിളിക്കണ്ട, നമ്മളെ വരില്ല. എടാ ഉസു, നീ പോകാതെ, എനിക്കൊരു അബദ്ധം പറ്റിയതാണ്, ഞാൻ സോറി പറഞ്ഞില്ലേ, പ്ലീസ് ഇങ്ങോട്ട് വാ. അതേടാ, അവള് സോറി പറഞ്ഞില്ലേ, നീ ഒരു വട്ടം ക്ഷമിക്കേ. നമ്മളെ വേണ്ടില്ല. എടാ ഉസു, നിനക്ക് മാമ്പഴം വേണോ? നല്ല പഴുത്ത മാമ്പഴം. മാമ്പഴമോ? അതെ, മാമ്പഴം തന്നെ. ദേ ഈ മാവിന്മേലത്തെ മാങ്ങ നീ കണ്ടില്ലേ? വൈകുന്നേരം നമുക്കത് മമ്മിയും പപ്പയും കൊണ്ട് പറപ്പിക്കാം, എന്നിട്ട് നിനക്കും തരാം. ശരിക്കും നീ ഞമ്മക്ക് മാമ്പഴം തരുമോ? പിന്നല്ലാതെ, മാങ്ങ പറിച്ച നിനക്ക് തരാതിരിക്കോ? അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ നിൽക്കാം. നീ എന്നോട് ക്ഷമിക്കോ? അങ്ങനെയാണെങ്കിൽ മാത്രമേ നിനക്ക് മാമ്പഴം തരൂ. ആന്നേ, നമ്മൾ നിന്നോട് ക്ഷമിച്ചു. എടാ മാമ്പഴക്കൊതിയാ.